പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം തിരുവചനമാണ് ഇന്ന് വിചിന്തനത്തിനായി എടുത്തിരിക്കുന്നത്. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശു അല്ലാതെ മറ്റാരിലും രക്ഷയില്ല. യേശു നമ്മുടെ രക്ഷകനും പാപവിമോചകനും ആണ്. യേശു എങ്ങനെയാണ് രക്ഷകനായത്? നാം പാപാന്ധകാരത്തിൽ കഴിയുകയായിരുന്നു. സ്വർഗം നമുക്ക് നഷ്ടപ്പെട്ടിരുന്നു. നമ്മെ രക്ഷിക്കുന്നതിനു വേണ്ടി പിതാവായ ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചു. ദൈവം നമ്മെ അത്യധികം സ്നേഹിച്ചു. സ്വപുത്രനെപ്പോലും നമുക്ക് വേണ്ടി നൽകി. യോഹന്നാൻ 3:16 തിരുവചനം പറയുന്നു, എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം സ്വപുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് ഭൂമിയെ അല്ലെങ്കിൽ ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. നമുക്ക് ലഭിക്കേണ്ട ശിക്ഷ മുഴുവൻ യേശു ഏറ്റുവാങ്ങി കഠിനമായ പീഡകൾ സഹിച്ച് കുരിശിൽ നമുക്കായി ജീവൻ ബലിയർപ്പിച്ചു. സ്നേഹിതന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് യേശുനാഥൻ നമ്മെ പഠിപ്പിക്കുകയായിരുന്നു. നമ്മുടെ പാപക്കറകൾ യേശുവിൻ്റെ തിരുരക്തത്താലാണ് കഴുകപ്പെടുന്നത്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, നാം നമ്മുടെ സ്വന്തമല്ല, യേശുവിൻ്റെ തിരുരക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. അതിനാൽ യേശുവാണ് നമ്മുടെ രക്ഷകൻ. യേശുവാണ് നമ്മെ രക്ഷിച്ചത്. പിതാവായ ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ ആ യേശുവിലൂടെ നമ്മെ വീണ്ടെടുത്തു. ഹെബ്രായർ 9:23 രക്തം ചിന്താതെ പാപമോചനമില്ല. അത് പരിശുദ്ധമായ രക്തമായിരിക്കണം. അതിനാൽ പരിശുദ്ധനായ യേശുവിനെ രക്തം ചിന്താനായി ദൈവം ഏൽപ്പിച്ചു തന്നു. യേശു നേടിയെടുത്ത രക്ഷ നാം എപ്രകാരമാണ് സ്വന്തമാക്കേണ്ടത്? നമ്മിൽ വീണ്ടും ജനനം നടക്കണം. ഒരു പുതിയ സൃഷ്ടിയായി നാം മാറണം. സ്വർഗത്തിലേക്കുള്ള നമ്മുടെ പ്രവേശത്തിന് തടസ്സം നിൽക്കുന്ന ഘടകങ്ങളെ നാം എടുത്തു മാറ്റണം. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പാപമാലിന്യങ്ങളെ കഴുകി വിശുദ്ധി നേടണം. യേശു നേടിത്തന്ന രക്ഷ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നത് അപ്പോൾ മാത്രമാണ്. നമ്മുടെ ഹൃദയം മറ്റെന്തിനേക്കാളും കാപട്യമുള്ളതും ദുഷിച്ചതുമാണ്. നമ്മുടെ ഹൃദയത്തിൽ നാം അഹങ്കാരവും സ്വാർത്ഥതയും വെറുപ്പും വിദ്വേഷവും പ്രതികാര ചിന്തയുമെല്ലാം സൂക്ഷിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ജോയൽ 2:13 നമ്മുടെ ഹൃദയമാണ് വസ്ത്രമല്ല കീറേണ്ടതെന്ന് ജോയൽ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തത്. ജെറമിയ 4:14 കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക, എന്നാൽ നീ രക്ഷ പ്രാപിക്കും. എത്ര നാളാണ് ഈ ദുഷിച്ച ഹൃദയവും പീറി നീ നടക്കുക? എന്തുകൊണ്ടാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത്? മാർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 24 യേശു പറയുന്നു, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുകൾ പറ്റുന്നത്. വിശുദ്ധ ലിഖിതങ്ങൾ നമുക്ക് എന്തിനു വേണ്ടിയാണ് നൽകിയിരിക്കുന്നത്? നമ്മുടെ തെറ്റുകൾ തിരുത്തി ദൈവത്തിൻ്റെ നീതിയിൽ നാം ജീവിക്കുന്നതിന് വേണ്ടിയാണ്. 2 തിമോത്തി 3:16-17 തിരുവചനങ്ങളിലൂടെ അത് വ്യക്തമാക്കുന്നുണ്ട്. വിശുദ്ധ ലിഖിതമെല്ലാം ദൈവനിവേശിതമാണ്. അവ പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. അതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരിക്കുകയും എല്ലാ നല്ല പ്രവർത്തികളും ചെയ്യുന്നതിന് പര്യാപ്തനാകുകയും ചെയ്യുന്നു. യേശു നമ്മെ വിളിച്ചിരിക്കുന്നത് വിശുദ്ധിയിലേക്കാണ്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാൻ സാധിക്കുകയില്ല. യോഹന്നാൻ 17:17 യേശു തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, അവരെ അങ്ങ് സത്യത്താൽ വിശുദ്ധീകരിക്കണമേ, അങ്ങയുടെ വചനമാണ് സത്യം. അതിനാൽ ദൈവവചനം നമ്മെ വിശുദ്ധീകരിക്കും. വചനം നമ്മുടെ ഹൃദയത്തിൽ നിറച്ച് പാപങ്ങൾ ഉപേക്ഷിച്ച് നമുക്ക് ദൈവത്തിങ്കിലേക്ക് തിരിയാം. യേശു നേടിത്തന്ന രക്ഷ നമുക്ക് സ്വന്തമാക്കാം.
എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.